ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. കാരണം ഇത് നേരിട്ട് അറിയിച്ചിരുന്നതുമാണ് CPI പല ആവർത്തി. എന്തായാലും ഇപ്പോഴും അതുതന്നെയാണ് അവരുടെ നിലപാട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കണം എന്നതിൽ CPI നിലപാട് മാറ്റുന്നില്ല, പിന്നോട്ട് പോക്കില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കേണ്ടത് ധാർമ്മികത എന്ന് CPM-നെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഘടകകക്ഷി. അത് CPI-യിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ശാലിനി ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാലിനി, CPI നിലപാട് കടുപ്പിക്കുകയാണോ? അനു, CPM-ന്റെ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നണിക്കുള്ളിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോഴും ഇതേ നിലപാട് CPI വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും അതിന് തൊട്ടു പിന്നാലെ RJD-യും ഇതേ നിലപാട് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് MR അജിത് കുമാർ. സ്വാഭാവികമായും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, ആ കണക്കിൽ അദ്ദേഹത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി വേണം ഒരു അന്വേഷണം വേണ്ടത് എന്നുള്ളതാണ് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമായി CPI ഉയർത്തിക്കാട്ടിയത്. പരസ്യമായി തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. RJD-യും അത് വ്യക്തമാക്കി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയും ഇടതുമുന്നണി യോഗത്തിന് ശേഷവും LDF കൺവീനർ TP രാമകൃഷ്ണൻ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരോപണം ഉയർന്നു എന്ന് കരുതി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് താൻ കടക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. എന്തായാലും അക്കാര്യത്തിൽ തന്നെയാണ് നിലപാട് കടുപ്പിച്ചുകൊണ്ട് CPI തുടരുന്നത്. ഇനി ഏത് തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് DGP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം മാത്രമല്ല, വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം കൂടി നേരിടുന്ന ഒരു വ്യക്തിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ. സ്വാഭാവികമായും ഈ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ ബിനാമി സ്വത്തിടപാട് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം നിൽക്കുന്നുണ്ട്. നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിക്കാട്ടിയ കവടിയാറിലെ വീടടക്കം നിർമ്മിക്കുന്നതും അതിന് സ്വത്ത് വാങ്ങിയതും വസ്തു വാങ്ങിയതും അടക്കമുള്ള കാര്യങ്ങളിൽ എവിടെ നിന്നാണ് ഇതിന് പണം കണ്ടെത്തിയത് എന്നുള്ള സോഴ്സ് അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടോ ADGP MR അജിത് കുമാർ എന്നൊരു ചോദ്യം PV അൻവർ ഉയർത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപിൽ തന്നെ അദ്ദേഹം അടുത്തൊരു വിമർശനവും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ചില ഫ്ളാറ്റുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില ADGP-യുടെ സ്ഥാനം ഉപയോഗിച്ചും അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ചില വഴിവിട്ട ഇടപാടുകൾ ADGP MR അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇതടക്കമുള്ളവ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് CPI വരും ദിവസങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കാൻ പോവുക. എന്തായാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തി അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് CPI-യുടെ നയം, അല്ലെങ്കിൽ അവരുടെ തീരുമാനം. അതെന്തായാലും CPM-ന് ധാർമ്മികതയുടെ പേരിലാണ് എങ്കിൽ പോലും അത് ധാർമ്മികത ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് CPM-നെ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPI-യുടെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ ഉയരുകയാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ. അതേസമയം തന്നെ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് LDF-ഉം സ്വാഭാവികമായും അതിന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി അതിലേത് തരത്തിലുള്ള പിളർപ്പിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കും CPI-യും RJD-യും കടക്കും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത്.